അപ്പോൾ ഫുട്ബോൾ ഫാൻസിനോട് ഒരു ചോദ്യം, ഈ വേൾഡ് കപ്പിൻ്റെ ഒരു ഡിസിഷൻ വരുവാണ്, റെഡ് കാർഡ് വന്നു, ഇത് ഫൗളാണ്, സംഭവം പ്രശ്നം വരുന്നു, ഒരു വൈറ്റ് ഹൗസിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് മാറ്റാൻ പറ്റുമോ? ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മാത്രം 100% എവിഡൻ്റ് ആണ് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഫെഡറേഷനിൽ എന്ത് കറപ്ഷൻ വെള്ളം നടത്താം. ഈ ഒരു വേൾഡ് കപ്പിന് മുമ്പ് വരെ നമുക്ക് ഫിഫയിലെ കറപ്ഷനെ പറ്റി ഡൗട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറെക്കുറെ ഒരു 90% നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് കറപ്റ്റഡാണെന്ന്. ഫിഫ അവസാനം 1962 എന്തോ ആണ് ഒരു പുള്ളി സെമി ഫൈനലിൽ റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ റിവ്യൂ ചെയ്തിട്ട് പറയുന്നു, നോക്കില്ല റെഡ് കാർഡ് നമുക്ക് മാറ്റാൻ, കാര്യം പുള്ളി ഫൈനലാണ് അടുത്ത ഗെയിം വരുന്നത്. അപ്പം അങ്ങനെ ഒരു അവസാനം 2 തവണയാണ് ഇത് ഹിസ്റ്ററി നടന്നിട്ടുള്ളൂ. അന്ന് ആ സംഭവം മാറ്റിവിട്ടു. അത് കഴിഞ്ഞിട്ട് 2026 US-ൻ്റെ, അതും വലിയ ടീം എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ടീമൊന്നുമല്ല, ആ ഒരു ടീമിലെ ഒരു പ്ലെയറിന് റെഡ് കാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു കോൾ പോയെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി ഫിഫ അത് കുറച്ച് റിവ്യൂ ഒക്കെ ശേഷം ഫിഫ പറയുന്നു, ഇല്ലില്ല സംഭവം കറക്റ്റല്ല, അത് നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സംഭവം റെഡ് കാർഡ് മാറ്റി ഒരു ഡിസിപ്ലിനറി ആക്ഷൻ 1 വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡ് കൊടുക്കുന്നു. ബേസിക്കലി ഈ ഒരു വർഷത്തിൽ വീണ്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുവാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുള്ളൊരു വാർണിങ്ങോടെ ഫിഫ സംഭവം ക്യാൻസൽ ചെയ്ത് വിടുന്നു. കുറേ ആൾക്കാർക്ക് ഭയങ്കര സർപ്രൈസാണ്, കാരണം ചില ആൾക്കാരുടെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് റെഡ് കാർഡ് കിട്ടിയ റെഡ് കാർഡാണ് എന്നത് ഉറപ്പുള്ള ഫാൻസാണ്. കാര്യം ഇതുവരായിട്ടും അങ്ങനെ സംഭവം ഇതുവരായിട്ടും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ രണ്ടാമതാണ് നടക്കുന്നത് 1962 ശേഷം, ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അത് നമുക്ക് എന്താണ് തോന്നുന്നത്, ലൈക്ക് ഇപ്പോൾ ആസ് എ ഫുട്ബോൾ ഫാൻ നമുക്ക് എല്ലാവർക്കും എന്താണ് തോന്നുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക്? വൈശാൻ എന്താ തോന്നുന്നത് ഈ ഒരു ടോപ്പിക്കിൽ? ഞാൻ ടോപ്പിക് ഇടാൻ കാരണം വേറെ ഒന്നുമല്ല. സോ ബേസിക്കലി അതൊട്ടും ഫെയർ ആയിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഓൾറെഡി ഫിഫ പോലൊരു അതോറിറ്റി പറഞ്ഞതാണ് പൊളിറ്റിക്സിന് അവരുടെ ഫെഡറേഷനിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്നുള്ളൊരു കാര്യം. ഈവൻ ഈ പ്ലേയേഴ്സിന് വിസ കൊടുക്കുന്ന കാര്യമാണെങ്കിലും കോച്ചുകൾക്ക് കോച്ചും കൊണ്ട് റെഫറിയൊക്കെ ഒരു റെഫറിക്ക് വരാൻ പറ്റില്ല. സോ അപ്പോൾ ആ കേസിലൊക്കെ ഫിഫയുടെ അടുത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞു പൊളിറ്റിക്സിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പൊളിറ്റിക്സിനെ ഫിഫേനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഫിഫയ്ക്ക് പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു സ്ഥിതിയിൽ ഇതുപോലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സോ ആരും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ആ ട്രംപും വൈറ്റ് ഹൗസും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടില്ലായിരുന്നെങ്കിൽ അവർ പറഞ്ഞിട്ടാണ് ഇത് റിവേഴ്സ് ചെയ്തതെന്നുള്ളത്. സോ അപ്പം എനിക്കത് അങ്ങോട്ട് അത്ര മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഒത്തിരി അലിഗേഷൻസ് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ നടപ്പുണ്ട്. ഫിഫ കാശ് മേടിക്കുന്നുണ്ട്, ഫേവറിറ്റിസം കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ. സോ അപ്പോൾ ആ ഒരു പോയിന്റിന് ഇത് പ്രൂവ് ചെയ്യുമല്ലേ. കാരണം ലെറ്റ്സ് സേ ഇപ്പം നമ്മളങ്ങനെ ഫേവറിറ്റിസം ഇല്ല, ഫിഫ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, ബട്ട് സ്റ്റിൽ ഇവിടെ പൊളിറ്റിക്സിന് ഇതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളൊരു സാധനം ഈ സൈഡിൽ കൂടെ കാണുമ്പോൾ എനിക്ക് എന്തുമാത്രം ഇതുപോലൊരു ഫെഡറേഷനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഷോനൊക്കെ എന്താ ഒപ്പീനിയൻ? എനിക്ക് നമ്മൾ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഫിഫ കറപ്റ്റഡാണോ, ഫിഫ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് സംഭവം ചെയ്യുന്നുണ്ടോ, നമ്മളിത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏറെക്കുറെ ഒരു ഐഡിയ കാണും ഇപ്പം ഫിഫ നല്ല രീതിയിൽ. ആ ഒരു ഫൗള് കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് തോന്നിയോ അത് റെഡ് കാർഡിനുള്ള മെറ്റീരിയലാണ്? അത് വളരെ ഒന്നും വേണ്ട, കാലിൻ്റെ മണ്ടയിൽ സ്റ്റഡ് വെച്ചൊരു ചവിട്ട് കിട്ടിയാൽ അത് ഫൗളാണ്. സോ ആ കേസിൽ ഇവൻ്റെ ആംഗിൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, പുള്ളി അതുപോലെ വളഞ്ഞു പോയിട്ട്. സോ അപ്പോൾ ആ കേസിൽ അത് ക്ലിപ്പ് കണ്ടായിരുന്നു. പക്ഷെ ആ ക്ലിപ്പിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ മേ ബി ഇപ്പൊ ഈ വീഡിയോ ലൈവ് കാണുന്നവർക്ക് മേ ബി ഇവിടെ ആ ഒരു സംഭവം ക്ലിപ്പ് കാണിക്കാം. ബട്ട് ബേസിക്കലി അതിൽ അവരുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റൻഷണൽ അല്ലായിരുന്നു, പുള്ളി ആ പ്ലെയറിനെ നോക്കുന്ന പോലെയില്ല, ബോളിലേക്കാണ് നോക്കുന്നതെന്നാണ് ഫിഫയുടെ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് അവർ റിവേഴ്സ് ചെയ്തതെന്നാണ് പറയുന്നത്. അത് ഇനിയിപ്പോൾ അങ്ങനെ പറയാമല്ലോ. പക്ഷെ അത് ഇപ്പോൾ പറഞ്ഞ കാര്യം, അതിപ്പോൾ ഇന്റൻഷണൽ അല്ല, അത് ശരിയാണ്. പക്ഷെ എന്നാലും റെഡ് കാർഡ് കൊടുത്താൽ അത് റെഡ് കാർഡാണ്, അതവിടെ അല്ല. പക്ഷേ ഈവൻ അത് കഴിഞ്ഞ് ട്രംപ് ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നു പറഞ്ഞാണ് നമ്മുടെ ഒരു ബെസ്റ്റ് പ്ലെയർ ഇല്ലാണ്ട് എങ്ങനെ ബെൽജിയത്തിനോട് കളിക്കാൻ ഇറങ്ങുന്നത്, അത് ഒട്ടും ഫെയർ അല്ല. എന്തുവാ, ഞാൻ അവരോട് ഇത് മാറ്റണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല, അത് നിങ്ങളൊന്ന് നോക്കിയാൽ കൊള്ളാം, അത് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ. അല്ല ആദ്യം പുള്ളി പറഞ്ഞിട്ട് എനിക്ക് റെഡ് കാർഡ് എന്താ അറിയത്തില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഞാൻ കുറെ കളിയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ സ്പോർട്സ് ഒക്കെ മെയിൻ ആയിരുന്നു, എനിക്കറിയാവുന്ന സ്പോർട്സിനെ പറ്റി ആർക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ കൊടുത്ത് എന്തായാലും ശരിയായില്ല. പുള്ളി പറഞ്ഞ വേറെ സാധനം കണ്ടായിരുന്നു, അത് ശരിക്കും അത് ഫൗളല്ല, അത് 2 ജെന്റിൽമാൻ തമ്മിൽ കൂട്ടിയിടിച്ച് വീണേ, അത് കൂട്ടിയിടിച്ചത്. ഓക്കെ, അപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ 2 പ്രസിഡന്റുകൾ, ഒന്ന് ഒന്ന് US-ന്റെ പ്രസിഡന്റ്, ഒന്ന് ഫിഫയുടെ പ്രസിഡന്റ്, രണ്ടും അങ്ങേയറ്റം കറപ്റ്റഡ് ആയിട്ടുള്ള 2 പ്രസിഡന്റുകൾ, രണ്ടുപേരും കൂടെ കൂട്ടുപിറ്റിയുള്ള കറപ്ഷനാണ് ഇപ്പോൾ നമ്മൾ
കഴിഞ്ഞ ആഴ്ച കണ്ടത്. പക്ഷെ അത് ഒളിപ്പിച്ച് വെച്ചാൽ പോരെ ഇവരെന്തിനാ ഈ എടാ അതല്ലേ കുഴപ്പം, അതല്ലേ അയാളുടെ കുഴപ്പമില്ല. അയാൾക്ക് ഈ വീം പ്ലക്കുന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാനത് ചെയ്തു പുള്ളിയാരെ ചെയ്ത് കേൾക്കുമ്പോൾ US ആൾക്കാരൊക്കെ പുള്ളിയെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ US എന്തായാലും തോക്കാനുള്ള രാജ്യമാണ്. ബെൽജിയമായിട്ട് അവർ ഒരു കാരണം വെച്ചാലും ജയിക്കാൻ പോകുന്നില്ല, അത് 100% ഉറപ്പായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് മര്യാദയ്ക്ക് മാന്യമായിട്ട് തോക്കായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ചീറ്റ് ചെയ്ത് തോക്കായിരുന്നു. എന്തായാലും തോൽവി ഉറപ്പായിരുന്നു. അപ്പോൾ അവർ ചീറ്റ് ചെയ്തിട്ട് തോക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ നാഷണൽ ടീമിന് ഫുള്ള് ചീത്തപ്പേരായി, രാജ്യത്തിനെ ചീത്തപ്പേരായി, എല്ലാവർക്കും ചീത്തപ്പേരായി. ഇല്ല, ഈവൻ ഫിഫയുടെ കറപ്ഷൻ ഇപ്പോഴൊന്നും അല്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ളത്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഫിഫയുടെ ഇൻഫന്റീനോ വരുന്നതിന് മുന്നുള്ള പ്രസിഡന്റ് ഇരുന്നപ്പോൾ ഒരാൾ ഇന്റർവ്യൂ ഒരു കാശിന്റെ അത് അയാൾ അന്യായ കറപ്ഷനായിരുന്നു. അയാൾ ഈ ഇൻസിഡൻറ്റിനെതിരെ പറഞ്ഞു. അയാൾ പറഞ്ഞു ഫിഫ റെഡ് ലൈൻ ക്രോസ് ചെയ്തു, ഇത് അന്യായ. അയാൾ എന്ന് പറഞ്ഞാൽ ഭൂലോക കറപ്റ്റായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു ഫിഫയുടെ, പഴയ പ്രസിഡന്റാണ്. അയാൾ എന്ന് പറയുക ഇത് കറപ്ഷനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ലെവൽ ഓഫ് കറപ്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന്. ഇവിടെ ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ചില ടീമിനെ ഫേവറേറ്റിസം കാണിക്കുന്നുള്ള സീനൊക്കെ പറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിലും അത് ഒരു ടീമിന് കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല ഈ ഒരു ഫേവറേറ്റിസം പോലത്തെ സാധനം പോകുന്നത്. ഇപ്പോൾ 2010, 12, 14 ആ ഒരു സമയം നോക്കുമ്പോൾ സ്പെയിനിന് ഭയങ്കര ഇതായിരുന്നു. ഇതിൻ്റെ ഒരു ചാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഫൗള് വിളിച്ചതിൻ്റെയും ഏറ്റവും കുറവ് ഫൗള് വിളിച്ചതിൻ്റെയും ഏത് ടീമിനെതിരെയാണെന്നും. സോ അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഓരോ ടീമും ഡോമിനൻ്റ് ആയിരുന്ന ഒരു സമയങ്ങളിൽ ഇപ്പം ആ സമയത്ത് സ്പെയിനായിരുന്നു, കുറേ കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് ആയിരുന്നു. ഇപ്പോൾ 2022, 2026 നോക്കുമ്പോൾ അത് അർജൻറ്റീനയാണ്. സോ അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ അതിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ടീമിന് മാത്രം ഫോക്കസ് ചെയ്തല്ല ഈ ഒരു ഫേവറേറ്റിസം പോലെ ഒരു സാധനം പോകുന്നത്. പറഞ്ഞു വരുമ്പോൾ അത് കുറേ കിട്ടുന്നുണ്ട്. അത് കുറേ സമയത്ത് വേറെ ഒരു സെക്ഷൻ ടീമായിരിക്കും, വേറൊരു. പക്ഷേ എനിക്ക് ആ ട്രെൻഡ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഈവൻ ഈ ഒരു സാധനം ഭയങ്കര വൈൽഡായിട്ട് പോകാൻ കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള മറ്റേ നമ്മുടെ അർജൻറ്റീന ഈജിപ്ത് മാച്ചിലായിരുന്നു. ആ കളി എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പം അതിൽ ഈജിപ്ത് 2-0 ലീഡായിരുന്നു. പക്ഷെ അർജൻറ്റീന ഒരു കംബാക്ക് നടത്തി 3 ഗോള് 10 മിനിറ്റിലും 15 മിനിറ്റിലും അടിച്ചു. അത് ഹാറ്റ്സ് ഓഫ്, അതൊന്നും പറയില്ല. ആ ടീമിൻ്റെ കോർഡിനേഷനും അവരുടെ അത് കഴിഞ്ഞുള്ള കളി തന്നെയായിരുന്നു. ബട്ട് അതിൻ്റെ ലാസ്റ്റത്തെ മിനിറ്റിൽ ഇവരൊരു കൗണ്ടർ ചെയ്യുന്നുണ്ട് അർജൻറ്റീന. അപ്പോൾ അതിൽ ബോക്സിൽ 2 ഫൗൾ നടക്കുന്നുണ്ട്. ഒന്ന് സലേ ചവിട്ടിയിടുന്നുണ്ട്, അതിന് മുന്നേ ഒരുത്തനെ ഷട്ടേ പിടിച്ച് വലിച്ച് താഴെ ഇടുന്നുണ്ട്. റെഫറി ഇത് രണ്ടും വാറ് നോക്കിയില്ല. അത് കളി ഫോളോ ഓൺ ചെയ്തു. അർജൻറ്റീന ഗോൾ അടിച്ചു, അർജൻറ്റീന ജയിച്ചു. സോ അപ്പോൾ ആ ഒരു സീനോടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ കറപ്ഷനെ കുറിച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് പറയാൻ പറ്റും. അത് ഭയങ്കര ഓബ്വിയസ് ആവും. എന്തായാലും ആൾക്കാർ 100% അങ്ങനെ ഒരു സാധനം കൂടെ കണ്ടു കഴിഞ്ഞാൽ പറയും ഇത് കറപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ടീമിന് ഫേവറേറ്റിസം കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ നിങ്ങളെല്ലാവരും കളി കണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് ആ സാധനം വാറ് നോക്കിയായിരുന്നെങ്കിൽ ഫൗൾ കൊടുക്കുകയില്ലയോ? വാറ് നോക്കിയായിരുന്നെങ്കിൽ ഫൗള് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതിന് മുകളിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് വാറ് നോക്കണ്ടായിരുന്നു. വാറ് നോക്കി പോലും ഇല്ല. വാറ് നോക്കിയിട്ട് പറയുകയാണില്ല ഇത് ഫൗളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇച്ചിരി എന്താ പറയുക സാറ്റിസ്ഫൈ ഓക്കെ അറ്റ്ലീസ്റ്റ് നോക്കി. മറ്റേ ഗോൾ അടിച്ചപ്പോൾ തന്നെ പാവങ്ങൾ അവിടെ ഓടി എത്തുന്നതിന് മുമ്പേ വാറ് നോക്കി. ആ ഗോൾ എന്ത് സീൻ ഗോളായിരുന്നു. അത് ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഏറ്റവും അടിപൊളി ഒരു ഗോളായിരുന്നു അത്. പക്ഷെ ഓൾദോ അത് ക്ലിയർ ഫൗളായിരുന്നു ബട്ട് വാറ് നോക്കി. അത് ക്ലിയർ ഫൗൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം സംഭവം ചെയ്തിട്ട് അർജന്റീന ഗോൾ അടിച്ചിട്ടുണ്ട്. സെയിം സംഭവം ചെയ്തിട്ട് പക്ഷെ അത് ഫൗൾ അല്ലാന്ന് പറയാൻ പറ്റില്ല. അത് നല്ല ഫ്ലവറിലായിരുന്നു, ക്ലിയർ ഷൗട്ട് ആയിരുന്നു. ആ സെയിം സാധനം അർജന്റീന കഴിഞ്ഞിട്ട് അത് കിട്ടി കഴിഞ്ഞ കളിയിൽ അന്നൊരു 6 ചിക്കിലൊന്നും ചെക്ക് ചെയ്തില്ല. അതായത് ഓസ്ട്രിയ കേട്ടോ, അങ്ങനെ ഒരു ടീമോട്ട് ഈ സെയിം സംഭവം നടന്നായിരുന്നു. പക്ഷേ അതല്ല പറഞ്ഞത്. അവർ പറഞ്ഞു മറ്റേ നമ്മുടെ സലയായിട്ട് നടന്ന ഒരു സോഫ്റ്റ് ടച്ച് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഈ സോഫ്റ്റ് ടച്ചിന് നിങ്ങൾ എവിടെ കൊണ്ടേ ഒരു ലൈൻ വരയ്ക്കും, ഇതാണ് സോഫ്റ്റ് ടച്ച്. കാരണം ആ സലയുടെ ഇതും സോഫ്റ്റ് ടച്ച് ആയിരുന്നു. അയാളുടെ സോഫ്റ്റ് ടച്ചിനെക്കാട്ടും കൂടുതൽ അവർ പറയുന്ന വേറെ ആർഗ്യുമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോൾ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടാണ് അതും വേണമെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്കതല്ല, ബോക്സിൻ്റെ അകത്ത് ഒരു ബോള് റീബൗണ്ട് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പ്ലെയറിൻ്റെ ഷട്ടേ പിടിച്ച് വലിക്കുന്നത് ഫൗളാണോ അല്ലയോ, അത്ര അവിടെ ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് വാറ് നോക്കിയാൽ അത് ഫൗൾ കൊടുക്കില്ലയോ. സോ അപ്പോൾ അത് ഫൗൾ കൊടുത്തായിരുന്നെങ്കിൽ ആ കളി നേരെ റിവേഴ്സ് ആയേനെ. അവരുടെ 3ാമത്തെ ഗോൾ ഡിസലവ് ചെയ്തേനെ, ഈജിപ്തിന് പെനാൽറ്റി കിട്ടിയേനെ. പിന്നെ ഈജിപ്ത് പെനാൽറ്റി അടിക്കില്ലോ എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ സോ അപ്പോൾ അതായിരുന്നു ആ കോൺസ്പിറസി. ആ ഒരു സാധനം ഇങ്ങനെ ഒരു ടീമിന് ഇപ്പോൾ കുറേ കിട്ടുന്നുണ്ട്. വാറ് ചെക്ക് ചെയ്യാതെ എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. കാര്യം അറ്റ്ലീസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വാർക്ക് വാറ് ചെക്ക് ചെയ്യാണ്ട് പറയാം. ഈവൻ അവിടുത്തെ എനിക്കൊന്നും ഈജിപ്തിന്റെ പ്ലേയേഴ്സ് ആണെങ്കിലും വാർ ചെക്ക് ചെയ്യുന്നുള്ള രീതിയിലേ പറഞ്ഞുള്ളൂ. അവർക്ക് കാർഡ് കൊടുത്തു. കോച്ചിനും കോച്ചിന്റെ ബ്രദറിനും ട്വിന്നുണ്ട്, അവർക്ക് 2 പേർക്ക് റെഡ് കാർഡ് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇറങ്ങി വന്ന എല്ലാവർക്കും റെഡ് കാർഡ് കൊടുത്തു, സൈഡ് ലൈനിന്നവർക്കെല്ലാം. പക്ഷെ അപ്പോൾ എന്തുകൊണ്ട് മറ്റേ അവരാ സെയിം ഇതിൽ അർജന്റീന മറ്റേ ഈജിപ്ത് ഗോൾ അടിച്ചപ്പം ഗോൾ അടിച്ചു കഴിഞ്ഞാണ് എല്ലാവരും, ഈവൻ മെസ്സി ആണെങ്കിലും പോയി മറ്റേ നമ്മുടെ റെഫറി എടുത്ത് പറയുന്നുണ്ട് അതൊന്ന് വാർ നോക്കണമെന്ന്. അപ്പോൾ എന്തുകൊണ്ട് അവർക്കാർക്കും കാർഡ് കൊടുത്തില്ല? അത് അർജന്റീനയാണ് അതുകൊണ്ട്. പക്ഷേ അതൊരു ഭയങ്കര വലിയൊരു ഡിസ്ക്രിമിനേഷൻ. അതായത് അന്നത്തെ കളിയിൽ ഈജിപ്തിൻ്റെ
പ്ലേയേഴ്സും പോയിട്ട് ഈവൻ കളി കാണാൻ വന്നവരെ എല്ലാവരും ചെക്ക് ചെയ്ത് കയറ്റിയിട്ട് അപ്പുറത്തെ ഒരു ലൈൻ ഓപ്പൺ ആയിട്ടേക്കുമായിരുന്നു അർജന്റീനയുടെ ആൾക്കാർക്ക് നടന്നു കയറിപ്പാൻ. അവർക്ക് ചെക്കിംഗ് ഇല്ല. അവരെ രണ്ട് അർജന്റീനയൊക്കെ ഫാൻസിനൊക്കെ ഒരു സൈഡോട്ട് പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് പറഞ്ഞിട്ട് അവർക്ക് ചെക്കിംഗ് ഇല്ലാതെ കയറ്റി വിട്ടു. ഈജിപ്തുകാരെയൊക്കെ ഫുൾ പാറ്റ് ഡൗൺ ചെയ്ത് ഫുൾ ഫ്രിസ്ക് ഒക്കെ ചെയ്ത് കയറ്റി വിട്ടു. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈജിപ്തിൻ്റെ ആൾക്കാരെ മാത്രം ഇത് ചെയ്യും. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈജിപ്തിന് മാത്രമല്ല നമുക്ക് കിട്ടിയ ഓർഡർ അതാണ് അർജന്റീനക്കാർ ചെക്ക് ചെയ്യേണ്ട, ഈജിപ്തുകാർ മാത്രം കയറി ചെക്ക് ചെയ്യണമെന്ന്. അതൊക്കെ എനിക്കറിയത്തില്ല എന്ത് ലെവൽ ഓഫ് ഇതിൽ വേറെ കുറേ അതിൽ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ വാറൻ്റി ആണ്. ഇപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കാർഡ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം റെഡ് കാർഡ് കിട്ടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി മുതൽ ഇനിയും കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് ഇതുണ്ടാവും റെഡ് കാർഡ് കിട്ടി, പക്ഷേ മേ ബി റിവ്യൂ ചെയ്യോ ഇല്ലയോ ആ ഒരു പ്രതീക്ഷ ആൾക്കാരുടെ മനസ്സിൽ വന്നില്ലേ. ഇതുവരെയായിട്ട് നടന്നിട്ട് എനിക്കറിയത്തില്ലായിരുന്നു റെഡ് കാർഡ് റിവ്യൂ എന്ന്. എനിക്ക് ഓർത്തെന്ന് വെച്ചാൽ റെഫറി മണ്ടത്തരം പറഞ്ഞാലും റെഡ് കാർഡ് കൊടുത്തായിരുന്നു മനസ്സിൽ. ഇനിയിപ്പോൾ ഇത്ര റെഡ് കാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് പ്രസിഡന്റ് വിളിക്കുമല്ലോ എന്ന് ആർക്കറിയാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുമോ എന്നുള്ള അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഒരു കളിക്കാരന് 3 കളി ബാൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഒരു കളിയിൽ റെഡ് കാർഡ് ഇട്ടിന് പുള്ളിക്ക് 3 കളി ബാൻ. അടുത്ത കളിയും കളിക്കാൻ പറ്റില്ല പുള്ളിക്ക്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇംഗ്ലണ്ട് ഇപ്പോൾ സെമിഫൈനലിലോട്ട് കയറുമല്ലോ, അപ്പോൾ പിന്നെ കിങ് ചാൾസ് പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതിൽ ആ സെയിം രീതിയിലാണല്ലോ ഈ വാറും വരുന്നത്. വാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം പണ്ടില്ലായിരുന്നു. പണ്ട് റെഫറി മണ്ടത്തരമായിട്ടുള്ള കോൾ ചെയ്താലും ഗോളാണെന്നുള്ള ഇത് വെച്ചിട്ടും പോകും. ഇതിപ്പോൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വേണ്ടെന്നൊരു ഡൗട്ട് വരും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർ വരുമോ ഇനി അത് വരുമോ, അത് വേറെ സംഭവം. ഈവൻ ഈ വാറിൻ ടെക്നോളജി അതിനെക്കുറിച്ച് മുന്നേ സംസാരിച്ചത് ഞാൻ അതിൽ 100% കൺവിൻസ്ഡ് അല്ല അവർ കാണിക്കുന്ന ടെക്നോളജിയിൽ. അത് ഞാൻ പറയുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൻ്റെ ഇതിൻ്റെ അടിപൊളിയായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് ആൾക്കാരെ കാണാമായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞല്ലേ സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് ഭയങ്കര സ്റ്റേജായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈവൻ പോർച്ചുഗലിൻ്റെ കേസിലാണെങ്കിലും അവരുടെ ആ 2 കളി അവർ ജയിച്ചത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ടായി പോകേണ്ട ടീമായിരുന്നു. ആ കൊളംബിയ ആയിട്ടുള്ള ഫൗള് എനിക്ക് ഫൗളും പോട്ടെ, ആ ഗോള് അവൻ്റെ കാലിൻ്റെ തുമ്പ് അതിന് എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് മുന്നേ വേറെ ഏതൊരു ടീമിന് ഈ സെയിം ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. കാലിൻ്റെ തുമ്പ് ഓഫ് സൈഡ് വന്നൊരു സാധനം അതിൽ ഞാൻ ഒട്ടും കൺവിൻസ്ഡ് അല്ല. പിന്നെ ഈ തലമുടി കൊണ്ടുപോയെന്ന് പറയുന്നൊരു സീൻ ക്രൊയേഷ്യയായിട്ട് പോർച്ചുഗലിൻ്റെ കളിയിൽ, അതും അവിടെ നിന്ന് ഒരു ഗ്രാഫാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു വട്ടത്തിലൊരു ഒരു ചെറിയൊരു ഹമ്പ്, അതിൻ്റെ അർത്ഥം മുടി കൊണ്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതും എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സും എല്ലാം ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്തു. ഈവൻ സലയാണെങ്കിൽ പോലും ആ കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി ഓൾറെഡി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ വരും, അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൽ ഓക്കെ അത് എഗ്രി ചെയ്ത് മൂവ് ഓൺ ചെയ്യുക എന്നുള്ള രീതിയിൽ എടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു പ്ലേയേഴ്സിൻ്റെ ഒക്കെ മുഖവും ഭാഗം. അപ്പോൾ എനിക്കറിയില്ല, എനിക്കൊന്നും ഓൾറെഡി അവർ അതിൽ ഇതായെന്ന് തോന്നുന്നു. സംഗീതിൻ്റെ ഒപ്പീനിയൻ എന്താ? ഞാൻ ഒരു പ്ലെയറിൻ്റെ ഇത് കണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് റെഫറി നോട്ട് ഫെയർ എന്ന് പറഞ്ഞ് ഈജിപ്തിൻ്റെ ഒരു പ്ലെയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് എന്നാലും ആൾക്കാർ ഇത്രയും വലിയൊരു ഫിഫ പോലത്തെ ഇതിൽ പ്ലേയേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സ്പോർട്സിൽ വേറെ ഏതെങ്കിലും സ്പോർട്സിൽ ഇങ്ങനെ വന്നിട്ട് ഇത് ഫുള്ള് റിഗ്ഡാന്ന് പുള്ളി ഓപ്പണായിട്ട് വന്ന് പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് ഫുൾ ടൂർണമെന്റ് റിഗ്ഡാന്ന് പുള്ളി ഓപ്പണായിട്ട് വന്ന് പറയുന്നുണ്ട്. ഈജിപ്തിൻ്റെ ഒരു പ്ലെയർ വന്ന് കോച്ചും പറഞ്ഞു, ഈജിപ്തിന്റെ കോച്ചും പറഞ്ഞു, അത് എല്ലാവരും പറഞ്ഞു. അത്രയും വലിയൊരു വേൾഡ് കപ്പിനെ പറ്റി പറയാനുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ അത് എനിക്കറിയത്തില്ല, പ്ലേയേഴ്സ് പറയുന്നത് എന്തോരം കൺസേണിങ് ആണ്. ഞാൻ അവിടെ പറഞ്ഞത്, അതായത് ഈ പൊളിറ്റിക്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സംശയത്തിൻ്റെ നിഴലിലെങ്കിലും കാണാമായിരുന്നു. ഇപ്പോൾ അത് വളരെ ഓബിയസ് ആയി. കാരണം ഈ ഡിസിഷൻ റിവേഴ്സ് ചെയ്തതോടുകൂടി ആൾക്കാർ പറഞ്ഞാൽ അത് കേൾക്കാൻ ആളുണ്ടെന്നുള്ളൊരു സാധനം. സോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ നമ്മുടെ ഈ അർജൻറ്റീന ഫാൻസ് കുറേ ഇസ്രായേലിൻ്റെ കൊടി പൊക്കിയതും അങ്ങനെയുള്ള കുറേ ഡിസ്ക്രിമിനേഷൻ്റെ സ്പീഡിനെ മങ്കി റേസിസം കാണിച്ചു, കുറേ സാധനം ഉണ്ടായി. സോ അപ്പം എല്ലാവരും എടുത്തുകൊണ്ട് വരുന്നൊരു വീഡിയോ ഇപ്പോൾ ചെയ്താൽ മറ്റേ ഇവർ ഏതോ ഒരു കോൺഫറൻസിൽ ഇരുന്നപ്പോൾ നമ്മുടെ നെതന്യാഹുവും പിന്നെ അർജൻറ്റീനയുടെ പ്രൈം മിനിസ്റ്റർ ഇവർ ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പുള്ളി പറഞ്ഞു ഈ തവണത്തെ വേൾഡ് കപ്പിൽ എന്തായാലും അർജൻറ്റീന ട്രോഫി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞു അതിനിപ്പോൾ എന്താ ഉറപ്പായിട്ടും ഇപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസ്പിറസിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പുള്ളി ചെയ്യുന്നതല്ല ഓക്കെ ട്രംപ് വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെങ്കിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബഡ്ഡി റിലേഷൻ. പിന്നെ ഇപ്പൊ അർജന്റീന FBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അർജന്റീനൻ ഫുട്ബോൾ ക്ലബിനെ. കാരണം അവിടുന്ന് $300 മില്യൺ എന്താണ്ട് US-ലേക്ക് കടത്തിയേക്കുന്നത്. ലൈക്ക് ഇതൊന്നുമില്ല, എങ്ങോട്ടാ പോയേക്കുന്നതെന്ന് രേഖകളൊന്നും ഇല്ലാതെ ഒരു $300 മില്യൻ്റെ ട്രാൻസാക്ഷനൊക്കെ കുറേ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം അതെന്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് FBI അർജന്റീനക്കെതിരെ ഒരു ഇത് നടത്തിയേക്കുക. അപ്പോൾ പിന്നെ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട്, എനിക്ക് ഡൗട്ടുണ്ട് ട്രംപ് വിളിച്ചു പറഞ്ഞിട്ടാണ് ആ സംഭവം മാറ്റിയെന്നുള്ളത്. കാര്യം പുള്ളി ചിലപ്പോൾ
അത് again പുള്ളി വിളിച്ചിട്ട് പറഞ്ഞാണ് ശരിക്കും മാറ്റിയെങ്കിൽ പുള്ളി പറയത്തോലില്ല. പുള്ളി എനിക്ക് വന്ന് ചുമ്മാ വിളിച്ച് പറഞ്ഞാണ് പുള്ളി ഫോം വെട്ട് ചെയ്തതാണ്. അവരുടെ പുള്ളി ചിലപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞ അവൻ സാധ്യതയുണ്ട്. പുള്ളി പറഞ്ഞു ഓ ഞാൻ പറഞ്ഞിട്ട് സംഭവം സെറ്റായത്. ഫിഫ പറഞ്ഞിട്ടില്ലല്ലോ ട്രംപ് വിളിച്ചെന്ന്. ഇല്ല, ഫിഫ പറഞ്ഞു നേരെ തിരിച്ചു പറഞ്ഞു. ഫിഫ പറഞ്ഞ ട്രംപ് പറഞ്ഞിട്ടല്ലെന്നാ പുള്ളി പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടില്ലെങ്കിൽ ട്രംപ് ഇതിനെ പറ്റി എങ്ങനെ അറിയും? കാരണം പുള്ളിയാണെങ്കിൽ ഇതിന് എനിക്ക് തോന്നുന്നില്ല, ഫുട്ബോളിനെ പറ്റി പുള്ളി അധികം മൈൻഡ് ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് വേറെ കാര്യങ്ങളുണ്ട്. അല്ല, ഫിഫ എന്താണെങ്കിലും ചുമ്മാ റെഡ് കാർഡ് ഒരു സുപ്രഭാതത്തിരുന്ന് ആലോചിച്ചിട്ട് അതും ചെയ്യാൻ ഞങ്ങൾ കൊടുത്തത് മോശമായി പോയോ എന്ന് ചോദിച്ചിട്ട് അവരെന്തായാലും ആ ഡിസിഷൻ അങ്ങനത്തെ സംഭവം ഇല്ല. അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ പുള്ളി വന്നിട്ട് സമ്മതിക്കുകയും ചെയ്തു, അത് പുള്ളിയെ ചെയ്തത്. പുള്ളി അതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. അതാണ് അത് എനിക്ക് തോന്നുന്നില്ല ഇൻഫന്റിനോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഇല്ല, ആദ്യം ഈ ന്യൂസ് ഇറങ്ങിയപ്പം ആദ്യം വന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫിഫനെ ബ്ലെയിം ചെയ്തുകൊണ്ടായിരുന്നു. ഫിഫ എന്ത് പരിപാടി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് വൈറ്റ് ഹൗസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത്. പിന്നെ എനിക്കൊന്ന് ട്രംപ് ഇട്ടിട്ടുണ്ടായിരുന്നു, റംബിളിലെന്തോ. അപ്പോൾ ഇതിന്റെ ഫുൾ എന്ത് ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു. അതാ പുള്ളി പബ്ലിക്കായിട്ട് അങ്ങ് ചെയ്യുന്നത്. രഹസ്യമായിട്ട് പോലും ഇല്ല, പബ്ലിക്കായിട്ട് അങ്ങ് ചെയ്യുക. അമേരിക്കൻ ഫാൻസ് എല്ലാവരും കൂടെ അടിപൊളി മച്ചാനെ എല്ലാവരും കൂടെ വിചാരിച്ചു. പക്ഷേ ഇല്ല, US ടീം സപ്പോർട്ട് ഇത് കണ്ടില്ലായിരുന്നു, മറ്റേ പോർച്ചുഗലും US ഇത് രണ്ടും ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേനും വേൾഡ് കപ്പിന്റെ ടിക്കറ്റ് പ്രൈസ് 60% കുറഞ്ഞെന്ന്. അതൊക്കെയാണ് വേറൊരു സാധനം ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഈവൻ ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ല, പോർച്ചുഗൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പോകേണ്ട ടീമായിരുന്നു. അവരെ നിർത്തുന്നതിന് കാരണമുണ്ട്. ഇപ്പൊ റൊണാൾഡോയുടെ ബാൻ എടുത്ത് മാറ്റി എന്ന് പറയുന്നു. ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കിയാൽ മതി. റൊണാൾഡോ ആദ്യത്തെ 2 വേൾഡ് കപ്പിന്റെ കളി കളിച്ചില്ലെങ്കിൽ ഇവരുടെ വ്യൂവർഷിപ്പ് എവിടെ പോകും? പോർച്ചുഗലിന്റെ ആദ്യത്തെ 2 കളി റൊണാൾഡോ കളിച്ചില്ല. ജസ്റ്റ് ഒന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു റൊണാൾഡോയ്ക്ക് ഫേവറേറ്റിസം കിട്ടുന്നതുകൊണ്ടാണ് പുള്ളിയുടെ ബാൻ എടുത്ത് മാറ്റിയത്. പക്ഷേ എനിക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും അല്ല, പുള്ളി ഇഷ്ടമായിട്ടൊന്നും അല്ല. അത് അവർക്ക് കാശിന് വേണ്ടിയാണ്. ഇപ്പം പോർച്ചുഗലിനെ കറക്റ്റ് ഒരു റൗണ്ട് ഓഫ് 60 വരെ നിർത്തിയിട്ട് പോർച്ചുഗലിൽ പോയി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല അർജന്റീനയ്ക്കെതിരെ ഇത്രയും കോൺട്രവേഴ്സിയും കാര്യം വന്നോ ഇനി ചിലപ്പോൾ അർജന്റീന കപ്പടിക്കുമെന്ന്. ചിലപ്പോൾ അവരെ ഒരു സെമി ഫൈനൽ വരെ കളിപ്പിച്ചിട്ട് ചിലപ്പോൾ മിക്കവാറും ഒരു സ്വിറ്റ്സർലൻഡ് അട്ടിമറി ചിലപ്പോൾ പറയാൻ പറ്റും. അടുത്ത കളിയിൽ സ്വിറ്റ്സർലൻഡ് അട്ടിമറിച്ച് അർജന്റീനയായിട്ട് ജയിക്കും. അവർക്ക് അത്രയും അഗെയിൻ ഒബ്വിയസ്ലി ഇപ്പോൾ ഇന്നത്തെ വിചാരിച്ചാലും ഗെയിം പ്ലേയേഴ്സിനെ കൊണ്ടൊന്നും ഗോൾ അടിപ്പിക്കാൻ പറ്റത്തില്ല. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് ഫേവറേറ്റിസം ഫിഫയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഞാൻ പറയുകയാണെങ്കിൽ ഈ ടെക്നോളജി, പുതിയ ടെക്നോളജി വെച്ച് അവർക്ക് കളിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർക്ക് കളിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ക്രിക്കറ്റിലാണെങ്കിൽ ആ സ്റ്റമ്പ് കൊണ്ടെന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആ ലൈറ്റ് കത്തിയില്ലെങ്കിൽ അത് ഔട്ടല്ല. അതിന് നല്ല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോലും അറിയാത്ത സംഭവം ലൈറ്റ് കത്താറുണ്ട്. അതുകൊണ്ട് ബോളിൽ കൂടെ പോകുമ്പോൾ. പക്ഷേ അതൊരു നല്ല ടെക്നോളജി ആയിട്ട് ഓവറോൾ എനിക്ക് തോന്നിയിരുന്നു നല്ല ടെക്നോളജിയാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇതിപ്പോൾ വിഷമം വരും. ഇത് സംഭവം ഇതിപ്പോൾ ലൈറ്റ് കത്തി ലിങ്ക് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് അത് ആൾക്കാർ കുറച്ചുകൂടെ വിശ്വസിക്കുന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം ആ എക്സാക്ട് ടൈം ഫ്രെയിമിൽ ഇത് നമ്മുടെ ഫ്രെയിം പോസ് ചെയ്തിട്ട് അവിടെ പിന്നെ ആനിമേഷനാണ് കാണിക്കുന്നത്. അല്ല, പക്ഷെ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് കളിയിൽ നിന്ന് പോസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതാ പറഞ്ഞത്, ഞാൻ കണ്ടിടത്തോളം അത് കഴിഞ്ഞ് എൻ്റെ ഫോളോ ത്രൂ പോകുമ്പോൾ കറക്റ്റ് ആൾ നിൽക്കുന്നിടത്തൊന്നും അല്ല ആൾ നിൽക്കുന്നത്. അത് എന്തുമാത്രം അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ പുറത്ത് വരണ്ട. കാരണം ഇതിപ്പോ ആൾക്കാർ സ്റ്റേഡിയത്തിൽ തന്നെ 1000 ക്യാമറ ഉള്ള എല്ലാവരുടെ ഫോണിലും ക്യാമറ ഉണ്ട്. അപ്പോൾ പക്ഷെ അതാ പറഞ്ഞത്, അത് ആ മൊമെന്റിൽ ആ പ്ലെയർ ലൈൻ പോലും വരയ്ക്കുന്നില്ല. നമ്മൾ നേക്കടയിൽ കാണുന്നത് ആ ലൈനിൽ നിൽക്കുന്ന റെഫറിക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല അത് ഓഫ് സൈഡ് ആണോ അല്ല എന്നുള്ള കാര്യം. ആ കാലിൻ്റെ തുമ്പ് പുറത്ത് എനിക്കൊന്ന് ഇവരുടെ വാച്ചിൽ അറിയാൻ പറ്റും. ഓഫ് സൈഡിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഇവരുടെ വാച്ച് ബസ് ചെയ്യും, അങ്ങനെ ചെവിയിൽ വരും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ വിളിക്കുന്നത്. ഇയർഫോണിൽ വരും. പക്ഷേ ഇതെനിക്ക് തോന്നി ഈ ടെക്നോളജി എന്ത് സൂപ്പറായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്ലെയറിനെ പോലും മനസ്സിലാവുന്നില്ല, പ്ലെയർ ആണോ അത് പ്ലെയർ അല്ലയോ അത് ആ ഒരു അത്. പക്ഷേ നമുക്ക് അത് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം നമ്മളിപ്പം ആ 2 ഇത് കാണിക്കില്ല. ആദ്യം പ്ലെയേഴ്സിനെ കാണിക്കും, പിന്നെ അതിൻ്റെ 3D സാധനം കാണിക്കുന്നത്. അന്നേരം നമുക്ക് യൂട്യൂബിലൊക്കെ കാണുന്നത് ഫ്രണ്ടിലുള്ള പ്ലെയറും എല്ലാവരും പോകും, ബാക്കിലുള്ള അവനെ മാത്രം നമ്മൾ കാണും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഫ്രെയിമിൽ അത് കാണിക്കും, എല്ലാവരും കാണിക്കും. അന്നേരം നമ്മൾ പോസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും സംഭവം എങ്ങനെയാണെന്ന്. എല്ലാവരും കാണാം. അതെനിക്ക് തോന്നുന്നില്ല അധികം അതിലെന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ആരെങ്കിലും കണ്ടുപിടിക്കേണ്ടതാ. സോ ഫിഫയുടെ നിങ്ങൾ ട്രസ്റ്റ് ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു? ഫിഫയായിട്ടുള്ള ട്രസ്റ്റ് കുറേ നാളായിട്ടില്ലായിരുന്നു. അത് 100% കുറഞ്ഞു. പക്ഷേ ഇനിയും കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാൻസ് ഇത് സംഭവിക്കുകയില്ല. അവർ പറയും അവർക്കെതിരെ രോഗം മൊത്തം തിരിഞ്ഞാന്ന് പറയും. അങ്ങനെ കുറേ പറയുന്നവരുണ്ട്. അവരത്ര നല്ലതാണ്, അതുകൊണ്ട് ലോകം ഫുൾ അവർക്കെതിരെയാണ്. ഈവൻ FBI ഒക്കെ അവർക്കെതിരെയാണ്. FBIക്കൊക്കെ അവരെ ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞ ടീം ഇറങ്ങും. ഇനി അവർ കപ്പടിച്ച് കഴിഞ്ഞാലും വലിയ വില ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരുടെ ഒരു സന്തോഷം, അവർ സന്തോഷിക്കട്ടെ, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്കൊന്ന് ഫിഫ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയാനുണ്ടോ ഒഫീഷ്യൽ കാര്യം? ഇല്ലെങ്കിൽ ഇപ്പോൾ ഫാൻസിന് ഇതിപ്പോൾ കുറേ ഇച്ചിരി കൂടി എക്സ്ട്രോപ്പുലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2-1 അവർ ജയിച്ചു. അത് കഴിയുമ്പോഴാണ് പറഞ്ഞത് അവിടെ ഫൈനൽ ഫൗൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഗെയിമിലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത്
ആ ഒരു ഗെയിം ഓവർ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം അത് ഫൗളായിരുന്നു. അതെ, ഇനി തൊട്ട് അങ്ങനെ സംഭവിക്കാൻ ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് ഇത് ചെയ്തില്ലായിരുന്നു, അത് ഫൗളാന്നൊക്കെ പറയും. 2 ദിവസം മുമ്പുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. ഇപ്പം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പക്ഷെ അതൊന്നും ഫെയർ അല്ല. ആ കളിയുടെ ഒരു ബ്യൂട്ടിയെ തന്നെ അതങ്ങ് ബാധിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ഫിഫ വന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്തില്ല, ഇനി ചെയ്തില്ല, ഇല്ലെങ്കിൽ ഇത് ചെയ്തത് മിസ്റ്റേക്ക് ആയിപ്പോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒന്ന് കുറേ പേരുടെ ട്രസ്റ്റ് തിരിച്ചു കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓപ്പൺ ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമെന്ന്. ഇത്രയും വലിയൊരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ ഫിഫയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല അത് നടക്കുന്നു. പക്ഷെ അതാണ് ഒരു സുഖമില്ല. ആ പണ്ടത്തെ ആ ഒരു സുഖമൊന്നുമില്ല. നമ്മൾ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോഴത്തെ ആ ഒരു വേൾഡ് കപ്പിൻ്റെ ആ ഒരു സാധനമൊന്നും എനിക്ക് എന്തായാലും ഇപ്പോൾ കിട്ടുന്നില്ല. കാര്യം ചിലപ്പോൾ എനിക്കിപ്പോൾ ഞാനിതിന് ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഒരു സാധനം കിട്ടാത്തത്. എവിടെ നോക്കിയാലും ഒരു കറപ്ഷൻ ഉള്ള പോലെ. അതായത് ഞാൻ പറയുന്നത് എൻ്റെ കോൺസെപ്റ്റിൽ ഒരു ടീമിനല്ല ഈ ഒരു കറപ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഫേവർ ചെയ്യുന്നത്. ഇത് ഒരു ഫുൾ അവരാ ഒരു ഫിഫ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആ ഒരു ഫുൾ സാധനത്തെ അവർ ചാർട്ട് ചെയ്ത് എഴുതുന്നത് അങ്ങനെയാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം കുറച്ചുകൂടെ പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നടക്കണം. അതാകുമ്പോൾ നമുക്ക് ബെറ്റർ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ കാശ് നിറയും. ബെറ്റർ ദാൻ ഇതിന് ഫാൻസ് ഉണ്ട്, ഇതൊരു ടൂർണമെൻറ്റാണ്, ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മുകളിലുണ്ട്. സോ അപ്പോൾ അവരുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ആ ഒരു രീതിയിൽ ഈ ഒരു കളി നടക്കണം എന്നുള്ളൊരു സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്ക നടക്കും കൂടെ ചെയ്യുന്നുണ്ട്. കാര്യം അത് സെൻസ് ഉണ്ട്. കാര്യം ഇതുപോലെ US-ഉം പോർച്ചുഗലും പോയപ്പോൾ 50-60% വ്യൂവർഷിപ്പ് പോയി. വ്യൂവർഷിപ്പ് അല്ല, ക്വാർട്ടർ ഫൈനലിലൊക്കെ ടിക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നതിന് റേറ്റ് പറഞ്ഞു. ഓക്കെ, 60% റേറ്റ് കുറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രയും ലാഭം കുറഞ്ഞില്ലേ 60%. ഇനി എനിക്കറിയില്ല ടിക്കറ്റ് വല്ലതും ബാക്കി ഉണ്ടോയെന്ന്, പക്ഷെ അത് വേറെ കാര്യം. ടിക്കറ്റൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ കളി കാണാനാണെങ്കിലും ഇപ്പം ഇനിയുള്ള ടീമിൻ്റെയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ശരിയാണ്, ഇനിയിപ്പോൾ ആ ഒരു 2 ടീം ഇപ്പോൾ തന്നെ പോയതിൻ്റെ നല്ലൊരു രീതിയിൽ അവർക്ക് ബാധിക്കുക. ഫിക്സ്റ്റേഴ്സും കാര്യങ്ങളാണെങ്കിലും നടക്കുന്ന സ്ഥലമാണെങ്കിലും എനിക്കൊന്നു ആ ലിവൈ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ ഇതെല്ലാം എടുത്ത് മാറ്റി. എനിക്കൊന്നും ഇനി അവിടെ കളിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇനിയും കുറച്ച് കളി കൂടെ ഇല്ലല്ലോ, അധികം കളിയൊന്നും ഇല്ലല്ലോ. ഫൈനൽ എവിടെ നടക്കുന്ന അറിയോ? ഫൈനൽ മെറ്റ് ലൈഫ്. പിന്നെ ഒരു സംഭവം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈജിപ്തിൻ്റെ ഈ കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ റൊണാൾഡോ ഫാൻസ് എല്ലാവരും പറയണതെന്ന് വെച്ചാൽ കളി കറപ്റ്റഡ് ആയിരുന്നു എന്ന്. മെസ്സി ഫാൻസ് എല്ലാവരും പ്രൂഫ് കാണിക്കണേ ഓക്കെ ഇത് ഇങ്ങനെയായിരുന്നു, ഇത് റൂൾ അനുസരിച്ചാണ് പോയെന്നുള്ള സംഭവം. അപ്പോൾ ഇതേ സംഭവം ഇപ്പോൾ ഈജിപ്തിൻ്റെ ഇത് ഫേവർ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ഈജിപ്റ്റ് വേഴ്സസ് ഇറാൻ്റെ മാച്ചിൽ ഇതേ സംഭവം കുറേ ഈജിപ്തിന് ഫേവറിങ് ആയിരുന്നു ഫിഫയുടെ വക. അപ്പോൾ ആരും ഈജിപ്തിൻ്റെ ഇത് തെറ്റാന്ന് ആരും പറഞ്ഞില്ലായിരുന്നു. ഇന്നിപ്പോൾ അർജൻറ്റീന ജയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഈജിപ്തിനെ ഫേവർ ചെയ്തില്ല, റിഗ്ഡാന്ന്. ഇല്ലടാ, ആ സമയത്ത് പറഞ്ഞായിരുന്നു. ആ സമയത്ത് പ്രത്യേകിച്ച് ഇറാനെതിരെ കൂടെയുള്ള കളിയായിരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അത് ഇറാനോട്. അതെല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇറാനെ മനഃപൂർവ്വം തോപ്പിച്ചാന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അർജന്റീന ജയിച്ചുകൊണ്ടല്ലേ ഇന്ന് ഇത്രയും പേര് പറയുന്നത്. കറപ്ഷൻ ആയതുകൊണ്ട് കറപ്ഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ അർജന്റീനയുള്ള പക്ഷെ അന്ന് ഈജിപ്റ്റ് പറയുന്ന ഈജിപ്റ്റ് അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷെ അന്ന് ഈജിപ്തിനെ സപ്പോർട്ട് അത് ഈ ടൂർണമെന്റ് മൊത്തം നോക്കിയാൽ മനസ്സിലാവും. എല്ലാ കളിയിലും കുറച്ച് അണ്ടർഡോഗ് ആയിട്ടുള്ള ടീമിനെ അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ കളിയിലും നന്നായിട്ട് കളിക്കുന്ന ടീമിനെ എതിരെ ഫേവർ ചെയ്തിട്ടാണ് എല്ലാ ഡിസിഷനും പോയിട്ടുള്ളത്. അത് ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ മൊത്തം ആയിട്ട് പറഞ്ഞത് അത് അർജന്റീനയായിട്ട് ബന്ധമൊന്നും ഇല്ല. അല്ല, പക്ഷെ അപ്പോൾ ഈജിപ്തിന്റെ പ്ലേയേഴ്സ് ഇത് റിഗ്ഡാന്ന് പറയുമ്പോൾ അന്ന് അവർ റിഗ്ഡാന്ന് പറയാത്ത എന്താ? അന്ന് റിഗ്ഡാ, ഇന്ന് റിഗ്ഡാ. പക്ഷെ അന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് പക്ഷെ ബാക്കി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു റിഗ്ഡാന്ന്. പക്ഷെ പ്ലേയേഴ്സ് അപ്പം ചെയ്യുന്നത് ശരിയാണോ? പ്ലേയേഴ്സ് അന്ന് ഒന്നും പറഞ്ഞില്ല, ഇന്നും വന്ന് കഴിയുക റിഗ്ഡാന്ന് പറഞ്ഞു. ഇപ്പോൾ അർജന്റീന പറയോ ഇത് റിഗ്ഡാന്ന്? അർജന്റീന പറയോ? അർജന്റീനയ്ക്ക് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. തോറ്റീന അവർ ചിലപ്പോൾ പറയുമായിരിക്കും റിഗ്ഡാന്ന്. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ട്. അത് സെയിം സാധനം മെസ്സി ആണെങ്കിൽ 2010 പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം സാധനം പറഞ്ഞിട്ടുണ്ട്, ബ്രസീൽ ഫിഫ ഫുൾ റിഗ്ഡാണ്, എല്ലാം ബ്രസീലിന് എതിരാണ്, ബ്രസീലിന് സംഭവം ഫെഡറേഷൻ ഫുൾ റിഗ്ഡാണ്, എല്ലാം ബ്രസീലിനെ തോപ്പിക്കാൻ പറ്റത്തില്ല, എല്ലാം ഞങ്ങൾക്ക് എതിരാണെന്ന് മെസ്സി പറഞ്ഞിട്ടുണ്ട്. തോറ്റ് കഴിയുമ്പോൾ അത് അവരങ്ങനെ പറയും, കണ്ടു കഴിഞ്ഞാൽ അവരത് പറയും. ജയിക്കുന്ന ടീം അത് പറയേണ്ട ആവശ്യമില്ല. അർജന്റീന പറയാൻ പോകുന്നില്ല. എന്തിനാ അർജന്റീന പറയുന്നത്? എന്തിനാ? കാരണം അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജയിച്ച് പോവാം. അവരെന്തിനാ പറയുന്നത്? ഇല്ലടാ, അതെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈവൻ അങ്ങനെയാണെങ്കിലും ഈ പ്ലേയേഴ്സും ഇവരൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. അവർക്കെപ്പോഴും ഇപ്പോൾ ഈവൻ നമ്മൾ 5 പേരോട് ഫുട്ബോൾ കളിക്കുന്നത് 2 ടീമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഗോൾ അടിച്ചാൽ നമ്മൾ ജയിച്ചാൽ അത് ആ ഒരു സാധനം വേറെയാണല്ലോ കമ്പയർ ടു ബാക്കി ആര് പുറത്ത് നിന്ന് കളി കാണുന്നവരെന്ത് പറഞ്ഞാലും. അപ്പോൾ എനിക്കൊന്നും ടീമും ആ ഒരു പ്ലേയേഴ്സും അത്ര ബോധറായിരിക്കില്ല ഇതിലൊന്നും. കളി കാണുന്നത് നമ്മൾ അങ്ങനെയല്ലോ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നീ 2 ഫാൻസിനെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞ സ്ഥിതിക്ക് എന്താണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ആ കളി ഒബ്സർവ് ചെയ്യുന്നത് അർജന്റീന ഫാൻസ് ഇരുന്ന് കാണുന്ന പോലെ എന്തായാലും ആയിരിക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാധനവും കണ്ടിട്ട് വാറും കൂടെ വിളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് പോയിന്റ് ഔട്ട് ചെയ്യും. അത് ഇവരാണേലും ചെയ്യും, അവരാണേലും ചെയ്യും, ആരാണേലും ചെയ്യും. ഫാൻസ് പറയുന്നതെന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടത് അങ്ങനെയാ. അവരധികം റെഫറി ഒന്നും ചോദിച്ച്, റെഫറി അല്ല അവരുടെ കോച്ച് വാറിന് വേണ്ടി അപ്പീൽ ചെയ്തില്ല എന്നാണ് പറയുന്നത്.
ഈജിപ്തിന്റെ ഞാൻ കണ്ട ഒരു വീഡിയോ അപ്പീൽ അങ്ങനെയാണ്. ചെയ്തില്ലെന്നാ, നീ കളി എടുത്ത് നോക്ക്. ആ കളി വാറിന് വേണ്ടി പ്ലേയേഴ്സ് ആണോ അപ്പീൽ ചെയ്ത്? എല്ലാരും അപ്പീൽ ചെയ്തു. അവിടെ നിന്ന് അപ്പീൽ ചെയ്തതിന്റെ ബോളില് പുള്ളി റേസിസത്തിന്റെ സിഗ്നൽ സൈനും കാണിച്ചു. മറ്റേ കൈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സാധനം കാണിക്കുന്നുണ്ട്. അത് മറ്റേ ഇവൻ മാക്കാലിസ്റ്റർ ഫിഫയുടെ റൂളാണ്, നമ്മൾ ഇങ്ങനെ മുഖം കവർ ചെയ്ത് ആരോടും സംസാരിക്കാൻ പാടില്ല, ഓപ്പോസിറ്റ് ടീമുള്ള ആരോടും മുഖം കവർ ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അത് പുതിയൊരു റൂളാണ്. മറ്റേ മാക്കാലിസ്റ്റർ അത് ചെയ്തു. പുള്ളിയാണെങ്കിൽ മുഖം ഇങ്ങനെ ഓടി എന്തോ, അതിൻ്റെ അർത്ഥം അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് റൂളുണ്ട്, പക്ഷെ പുള്ളി അങ്ങനെ ചെയ്തു. അത് ചൂണ്ടിക്കാണിച്ചതാണ് മറ്റേ കോച്ച്, അതിന് പുള്ളിക്കും കൊടുത്തു കാർഡ്. അല്ല, അപ്പോൾ പുള്ളി മറ്റേത് റേസിസത്തിന്റെ സിമ്പിളാണ് പുള്ളി കാണിച്ചത്. അപ്പോൾ അത് പുള്ളി എന്തിനാ കാണിച്ചതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. അത് ഇവൻ റെഫറി ആണെങ്കിൽ പോലും അതിന്റെ റൂള് പറയുന്നത് ഇങ്ങനെ, അതായത് അങ്ങനെ ആരെങ്കിലും ഒഫീഷ്യൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കളി അവിടെ പോസ് ചെയ്തിട്ട് ആളുടെ അടുത്ത് പോയി ചോദിക്കണം എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം. പക്ഷെ അതുപോലും കാണിച്ചില്ല, എല്ലാവർക്കും കാർഡ് കൊടുക്കുമായിരുന്നു. ഇവനൊരു പുള്ളി ഷട്ട് ഊരിയിട്ട് പുള്ളിക്ക് മറ്റേ ഇത് കിട്ടിയില്ലല്ലോ. അത് ഡിസലവ് ചെയ്ത ഗോളായിരുന്നു. ആ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എന്നാലും ഷട്ടൂരിയ ഇത് കൊടുക്കണ്ടേ? ഷട്ടൂരിയ കാർഡ് കൊടുക്കണം. ഷട്ടൂരിയ അത് ശരിയാ കൊടുത്തിട്ടില്ല, കാർഡ് കൊടുത്തിട്ടില്ല. പിന്നെ ആ കളി കണ്ടവർക്കറിയാം, ആ കളിയിൽ ഒത്തിരി ഫൗൾ നടന്നിട്ടുണ്ട്. അപ്പം ഒറ്റ കാർഡ് കിട്ടിയിട്ടില്ല അർജന്റീനയ്ക്ക് 0 കാർഡ്, ഈജിപ്തിന് 5 കാർഡായിരുന്നു. ഒരു കാർഡ് കിട്ടിയിട്ടില്ല അർജന്റീനയ്ക്ക്. എന്നിട്ട് കളി കണ്ടവർക്ക് പക്ഷേ അർജന്റീനയുടെ ഫാൻസ് പറയുന്നുണ്ട് അത് മാത്രമല്ല, ഈജിപ്തിന് ഇനിയും കാർഡ് കിട്ടാൻ കുറേ ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു, അവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാർഡ് കൊടുത്തിട്ടില്ല എന്ന്. പക്ഷേ കളി ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് 5 കാർഡും അവർക്ക് 0 കാർഡും സ്റ്റിൽ. ഒരു യെല്ലോ കാർഡ് പോലും കിട്ടിയില്ലെന്നുള്ള. കഴിഞ്ഞ കളി ഇന്ന് US പ്ലെയറിന് കിട്ടിയില്ല റെഡ് കാർഡ്. ആ സെയിം സാധനം മെസ്സി കാണിച്ച് വേറത്തിന്റെ കാലിന്റെ പുറയിൽ സ്റ്റഡ് കൊണ്ട് ഇങ്ങനെ കയറി ചവിട്ടി കൊണ്ട് മടക്കി വിട്ടു. അവൻ്റെ കാല് പുറത്ത് തട്ടി വിട്ടു. മോനെ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു വിട്ടു. ഒരു കാർഡും കൊടുത്തില്ല, വാണിംഗ് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോക്ക് അല്ല കുറേയൊക്കെ കാണുമ്പോൾ ഓബിയസ് ആയിട്ട് തോന്നുന്നു. അതിപ്പോൾ നമുക്ക് പറയേണ്ടവർക്ക് അത് പറയാം, അത് എടുക്കേണ്ടവർക്ക് ആ സെൻസിൽ എടുക്കാം. പക്ഷേ ഫുട്ബോൾ ആസ് എ ഹോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പം പഴയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലബ് ഫുട്ബോൾ വേറെ, പക്ഷേ ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്കറിയില്ല, എനിക്കതൊട്ടും. അല്ലെങ്കിൽ വല്ല കറപ്ഷനൊക്കെ എതിർത്ത് നിൽക്കാൻ പറ്റിയ വല്ല ടീമും ആയിരിക്കണം. ഫ്രാൻസ് പോലത്തെ ഡിക്റ്റേറ്റർ എംബാപ്പെ കയറണം. ഡിക്റ്റേറ്റർ എംബാപ്പെ അവർക്ക് ലെവല് മാറി കറപ്ഷൻ ഒന്നും വർക്കാവില്ല അവർക്കെതിരെ. സോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ട ആളാണെങ്കിൽ ഇതുപോലെ ഒരു ആളുടെ കോള്, വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു കോള് വന്ന ഫിഫയുടെ ഡിസിഷൻ ഓവർ റൂൾ ചെയ്യണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. അർജന്റീന ഫാൻസ് ആണെങ്കിൽ അതും പറഞ്ഞറിയിക്കുക, എന്നിട്ട് പോർച്ചുഗൽ ഫാൻസ് ആണെങ്കിൽ അതും പറഞ്ഞറിയിക്കുക.